പൂരം അങ്ങനെ ഇന്ന് സമാപിക്കുകയാണ്. ഇന്നലെ ആവേശകരമായ കാഴ്ചകൾ നമ്മൾ പൂരനഗരിയിൽ കണ്ടു. വെടിക്കെട്ട് അപകടത്തിൻ്റെയൊക്കെ പശ്ചാത്തലമുണ്ടെങ്കിൽ പോലും പൂരത്തിൻ്റെ ആവേശം അത് പൂർണ്ണമായും ഉൾക്കൊണ്ടാണ് പൂരപ്രേമികൾ ഇന്നലെ മടങ്ങിയത്. ശക്തൻ്റെ മണ്ണിൽ ഇന്ന് ഉപചാരം ചൊല്ലി പൂരം പിരിയും. പുലർച്ചെ ഉള്ള വെടിക്കെട്ടും പകൽ വെടിക്കെട്ടും ഒക്കെ ഒഴിവാക്കി കേവലം കതിര പൊട്ടിക്കൽ മാത്രമാണ് ഉണ്ടായത്. കുടമാറ്റത്തിന് വലിയ ജനസഹസ്രം സാക്ഷ്യം വഹിച്ചിരുന്നു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു എന്ന ദുഃഖവാർത്ത ഇതിനിടയിൽ പുറത്തു വന്നു. ഇതോടെ മരണസംഖ്യ 16ആയി. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന എടപ്പാൾ സ്വദേശി ഉണ്ണികൃഷ്ണനാണ്. 60% പൊള്ളലേറ്റ ഉണ്ണികൃഷ്ണൻ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. CB അനുമോദ വിവരങ്ങളുമായി ചേരും. ഒപ്പം G ശ്രീജിത്തും ചേരുന്നുണ്ട്. അനുമോദ, ശ്രീജിത്ത്, ഇന്നലെ പൂരക്കാഴ്ചകൾ അതിഗംഭീരമായിരുന്നു. വലിയ ആവേശത്തോടുകൂടി പൂരത്തെ സ്വീകരിക്കുന്ന പൂരപ്രേമികളെ നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ പകൽപ്പൂര ദിവസമാണ്. എന്തൊക്കെ ചടങ്ങുകൾക്ക് ശേഷമാണ് പൂരം കൊട്ടിയിറങ്ങുക? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. നമ്മൾ വടക്കുനാഥ സന്നിധിയിൽ ശ്രീമൂലസ്ഥാനത്ത് പടിഞ്ഞാറേ നടയിലാണ് ഉള്ളത്. ഇന്ന് രാവിലെ 7:30 തന്നെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ പകൽപ്പൂര എഴുന്നള്ളത്ത് തുടങ്ങും. ഇന്നത്തെ പ്രധാനപ്പെട്ടത് ഈ ഒരു ഉച്ചവരെയുള്ള ചടങ്ങുകളാണ്. രാവിലെ ഞാനീ നിൽക്കുന്ന ഇടത്ത് വലതുവശത്തായിട്ട് നായിക്കനാലിൽ നിന്നും തിരുവമ്പാടി ഭാഗവും ഇടതുവശത്ത് മണികണ്ഠനാലിൽ നിന്ന് പാറമേക്കാവ് വിഭാഗവും എഴുന്നള്ളത്ത് തുടങ്ങും. ഇന്നലത്തെ ആവേശം ഒട്ടും ചോരാത്ത രീതിയിൽ തന്നെ വാണ്ടിമേളവും അതേപോലെ കുടമാറ്റവും ഒക്കെ ആയിട്ടായിരിക്കും ഈ പകൽപ്പൂരത്തിൻ്റെ ചടങ്ങുകളും ഉണ്ടാവുക. തിരുവമ്പാടിക്ക് വേണ്ടി തിരുവമ്പാടി ചന്ദ്രശേഖരനും പാറമേക്കാവിന് വേണ്ടി എറണാകുളം ശിവകുമാറാണ് തിടമ്പേറ്റുന്നത്. അതുപോലെ തന്നെ പാറമേക്കാവിന് വേണ്ടി കിഴക്കൂട്ടനയന്മാരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം, തിരുവമ്പാടിക്ക് വേണ്ടി ചെറുശ്ശേരി കുട്ടന്മാരുടെ പാണ്ടിമേളം, അങ്ങനെ 2 ദേവസ്വങ്ങളും മത്സരിച്ചുകൊണ്ടായിരിക്കും ഈ പകൽപ്പൂരത്തിൻ്റെ ചടങ്ങുകളിൽ പങ്കെടുക്കുക. ശ്രീത്തെ, സാധാരണഗതിയിൽ കുടമാറ്റം അത് കാണാൻ കഴിയാത്തവർക്ക് പകൽപ്പൂരത്തിന് ഒരു ചെറിയ കുടമാറ്റം കാണാൻ പറ്റും. ഈ പകൽപ്പൂരം എന്ന് പറയുമ്പോൾ തന്നെ തൃശ്ശൂരിൽ ഇന്നലെ എത്താൻ കഴിയാത്ത തൃശ്ശൂർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ദിവസം നാട്ടുകാർക്കുള്ള പൂരം എന്നാണ് പറയുക. തീർച്ചയായും അനുമോദം, എനിക്ക് തോന്നുന്നു ഈ വലിയ തിരക്കിനിടയിൽ പൂരം എപ്പോഴും പുരുഷാരം എന്ന് പറയുന്നു. ഇപ്പോൾ ഒരുപാട് സ്ത്രീകളും കുട്ടികളും ഒക്കെ ഈ തിരക്കിനിടയിൽ തന്നെ നിൽക്കുന്നുണ്ട്. പഴയ കാലത്തെ പോലെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടാതെ അവർ നിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള പ്രാദേശികമായിട്ടുള്ള കുടുംബങ്ങൾക്കടക്കം, പ്രത്യേകിച്ച് സ്ത്രീകൾക്കടക്കം വന്നു നിന്ന് മേളം ആസ്വദിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടാകുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അനുമോദ് പറഞ്ഞതുപോലെ തന്നെ കുടമാറ്റം ഉൾപ്പെടെയുള്ള അഥവാ ചെറിയ രീതിയിലെങ്കിലുമുണ്ട്. ഏറ്റവും കുറഞ്ഞത് അതിഗംഭീരമായ രീതിയിലുള്ള മേളം ഇന്നിവിടെ നടക്കുമെന്നുള്ളതാണ്. സാധാരണ എപ്പോഴും പൂരം പുരുഷന്മാരിങ്ങനെ ആസ്വദിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇന്നലെ അടക്കം നമ്മൾ കണ്ടതാണ്. ഒരുപാട് ചെറിയ പെൺകുട്ടികളടക്കം ഉള്ളവർ വളരെ ആവേശത്തോടെ ഇലഞ്ഞിത്തറ മേളത്തെക്കുറിച്ചും മടത്തിൽ വരവ് പഞ്ചവാദ്യത്തെക്കുറിച്ചും ഒക്കെ ആവേശപൂർവ്വം പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഇനിയൊരു കുറച്ച് മണിക്കൂർ, ഏതാണ്ട് ഒരു 12-12:30 മാത്രമാണ് പൂരം ഉപചാരം ചൊല്ലി പിരിയാൻ ഉള്ളത്. കഴിഞ്ഞ തവണത്തെ പോലെ ഉള്ളതിനപ്പുറത്തേക്ക് ഇത്തവണ അതിനുശേഷം വെടിക്കെട്ടില്ല. കഴിഞ്ഞ പുലർച്ചയിലുള്ള വെടിക്കെട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പൂരം ഏതാണ്ട് അതിൻ്റെ ആചാരങ്ങളിലേക്ക് ഒതുങ്ങി നിൽക്കുന്നു. പക്ഷെ അപ്പോഴും വലിയ ജനത്തിരക്കുണ്ട്. ഇന്ന് രാവിലെ തന്നെ, ഇന്നിപ്പോൾ രാവിലെ അല്പസമയം മുമ്പാണ്, ഏതാണ്ട് 7 മണിയോടുകൂടിയാണ് നട തുറന്നത്. ഈ പുലർച്ചെ വരെയുള്ള ചടങ്ങുകൾക്ക് ശേഷം ഒരു പുണ്യാഹമൊക്കെ കഴിഞ്ഞ ശേഷം പൂര ദിവസം ഏതാണ്ട് രാവിലെ മാത്രമാണ് നട തുറക്കുക. അതുകൊണ്ട് തന്നെ ഭക്തരുടെ ഒരു തിരക്ക് വടക്കുന്നാഥനെ വണങ്ങാനും ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ ചടങ്ങുകളിലേക്ക് പോയാൽ ഈ മേളം തന്നെ പ്രധാനമാണ്. അതിനപ്പുറം ഉപചാരം ചൊല്ലി പിരിയുക എന്നുള്ളത്. അതെ, ആദ്യം എഴുന്നള്ളത്ത് തുടങ്ങുമ്പോൾ കൊമ്പുപറ്റും കുഴൽപ്പറ്റുമായിട്ടാണ് നായിക്കനാലിൽ നിന്ന് തിരുവമ്പാടിയും മണികണ്ഠനാൽ പരിസരത്ത് നിന്ന് പാറമേക്കാവും തുടങ്ങുക. തുടർന്ന് എഴുന്നള്ളത്ത് പുരോഗമിക്കും തോറും പാണ്ടിമേളത്തിലേക്ക് അത് മാറും. പാറമേക്കാവിന് വേണ്ടി എലഞ്ഞിത്തറ മേളത്തിലെ അമരക്കാരനായിരുന്ന കിഴക്കൂട്ട് തന്നെ ആണ് ഈ ഒരു മേളത്തിനും അമരക്കാരനാവുക. തിരുവമ്പാടിക്ക് വേണ്ടി ഇന്നലെ തിരുവമ്പാടിയുടെ പാണ്ടിമേളത്തിന് അമരക്കാരനായ ചെറുശ്ശേരി കുട്ടന്മാരായിരിക്കും ഇവിടെ തിരുവമ്പാടിയുടെ അമരസ്ഥാനത്തുണ്ടാവുക. തുടർന്ന് പാറമേക്കാവ് ഭഗവതി ഈ മണികണ്ഠനാൽ പരിസരത്ത് നിന്ന് ശ്രീമൂലസ്ഥാനത്തെത്തി നടുവിലാല് പോയി വന്ന് ഇവിടെ നിലപാട് തറ വലം വെച്ച് മടങ്ങി വന്ന് നിൽക്കുമ്പോഴേക്കും തിരുവമ്പാടി ഭഗവതി വടക്കുനാഥനെ വണങ്ങി പുറത്തേക്ക് ഇറങ്ങുന്നു. തുടർന്നാണ് 2 ദേവിമാരും തമ്മിലുള്ള ഉപചാരം ചൊല്ലി പിരിയുക. തുടർന്ന് പാറമേക്കാവ് ഭഗവതി
പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ വടക്കുന്നാഥ സന്നിധിയിലെത്തി കിഴക്കേ ഗോപുരത്തിലൂടെ പാറമേക്കാവിലേക്ക് തിരിച്ചു പോകും. തിരുവമ്പാടി ഭഗവതി നായ്ക്കനാൽ വഴിയും തിരിച്ചു പോകും. അങ്ങനെയാണ്. തൃക്കടവൂർ ശിവരാജു ഉണ്ടാവില്ല എന്നുള്ളതുണ്ട്. 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തി. ഇന്നലെ പാറമേക്കാവൻ അമ്മയുടെ തിടമ്പേറ്റി വലിയ ആവേശമായി മാറി. ഒരുപക്ഷെ തെക്കൻ കേരളത്തിലുള്ളവർക്കൊക്കെ വലിയ കാത്തിരിപ്പിന്റെ ഇതായിരുന്നു. ഈ പൂരത്തിന് ഞങ്ങളുടെ ഒരു ആന തിടം പേറ്റണം എന്നുള്ള വലിയ കൊതി സാക്ഷാത്കരിച്ച ദിവസം കൂടി. തൃശ്ശൂരിലേക്ക് മെമു വരെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി തൃശ്ശൂർ പൂരത്തിന്റെ അന്നും പകൽ കൊല്ലംകാർക്ക് വരാൻ വേണ്ടി, കടവൂരുകാർക്ക് വരാൻ വേണ്ടിയൊക്കെ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ കൊണ്ടുവന്നതാണ്. അങ്ങനെ വലിയ ആഘോഷപൂർവ്വമായിരുന്നു. പക്ഷേ അത് ഇന്നലെ അത് കഴിഞ്ഞു. ഇന്ന് എറണാകുളം ശിവകുമാറാണ് തിരുവമ്പാടിയുടെ പാറമേക്കാവിന്റെ സ്വന്തം. എന്താണെങ്കിലും കഴിഞ്ഞ ഒരു ദിവസത്തെ പൂരം നമുക്കറിയാം, ഇത്രയും കാലത്തെ ഇടവേളയ്ക്ക് ശേഷം വെടിക്കെട്ട് ഇല്ലാത്ത ഒരു പൂരമായിരുന്നു. ഒരു ദുരന്തത്തെ മറികടക്കുന്ന ആ ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് പല പ്രമുഖരും ഇത്തവണ ഞങ്ങൾ മാറി നിന്നാണ് പൂരത്തിൽ പങ്കെടുക്കുന്നില്ല, ഞങ്ങൾ ആ ദുഃഖത്തിനൊപ്പം നിൽക്കുകയാണെന്ന് അറിയിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എന്നാണെങ്കിലും പൂരത്തിന്റെ പ്രൗഢിക്ക് പൊലിമയ്ക്ക് കുറവൊന്നും ഉണ്ടായില്ല. അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എല്ലാം നിഷ്കർഷിച്ച പോലെ തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് തൃശ്ശൂർ പൂരം ഭംഗിയായിട്ട് ഇന്നലത്തെ ദിവസം പര്യവസാനിച്ചു. വെടിക്കെട്ടിൻ്റെ ഒരു കുറവുണ്ടായിരിക്കാം, സ്വാഭാവികമായിട്ടും ഇന്ന് പകൽ വെടിക്കെട്ടിൻ്റെ കുറവുണ്ടായിരിക്കാം. എന്നാണെങ്കിലും ഇന്ന് 1 മണിയോടെ ചടങ്ങുകൾ അവസാനിച്ച് ഇരു ദേവതകളും ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ ഈ വർഷത്തെ തൃശ്ശൂർ പൂരത്തിന് സമാപ്തിയാകും. പിന്നീട് അടുത്ത വർഷത്തെ പൂരത്തിനായിട്ടുള്ള കാത്തിരിപ്പ് തുടങ്ങുകയാണ്. പൂരം അങ്ങനെ അനുമോദ ശ്രീത്ത് ഇന്നലെ ആ പൂരനഗരിയിലെ ആവേശക്കാഴ്ചകൾ മൊത്തം നിങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചതാണ്. നമുക്കറിയാം, വെടിക്കെട്ട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലമൊക്കെ പൂരത്തിനെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും വലിയ ഒരു ജനസഹസ്രത്തെ, വലിയ ജനക്കൂട്ടത്തെ നമ്മളവിടെ കണ്ടു. പൂരപ്രേമികളുടെ വരവിനൊട്ടും കുറവുണ്ടായിരുന്നില്ല. കടുത്ത ചൂടിലും ആവേശത്തോടെ ആ കാഴ്ചകൾ സ്വീകരിക്കുന്നവരെ നമ്മൾ കണ്ടു. അങ്ങനെ പൂരത്തിൻ്റെ വെടിക്കെട്ട് ഒഴിച്ച് ബാക്കി എല്ലാ ചടങ്ങുകളും അതിഗംഭീരമായി നടന്നു. പൂരപ്രേമികൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തി. അങ്ങനെ ആ കാഴ്ചകളുടെ ഒരു തുടർച്ച, ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂരുകാർക്ക് വേണ്ടി മാത്രമുള്ള പൂരമെന്ന് പറയുമ്പോഴും ഇന്നും അത്തരം സമാനമായി ആളുകളെ പ്രതീക്ഷിക്കാമല്ലോ അല്ലേ പൂരനഗരിയിൽ? തീർച്ചയായും. ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ കാണാൻ കഴിയും, ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പല നാട്ടിൽ നിന്നും വന്നവരൊക്കെ സാധാരണഗതിയിൽ തലേ ദിവസം വന്ന് വെടിക്കെട്ട് കണ്ട് ഇവിടെ റൂമെടുത്ത് പിറ്റേ ദിവസം പകൽപൂരം കണ്ട് പകൽ വെടിക്കെട്ടും കണ്ട് തിരിച്ചു പോകുന്ന ശൈലിയാണ് കുറേ കാലമായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു സാഹചര്യമല്ല ഉണ്ടാവുക. പലപ്പോഴും ദൂരെ നിന്നുള്ള ആളുകളൊക്കെ ഈ ദിവസം ഇവിടേക്ക് എത്താൻ, ഈ വെടിക്കെട്ടില്ലാത്തതുകൊണ്ട് എത്താൻ തയ്യാറായിട്ടില്ല എന്നൊക്കെയാണ് നമുക്കറിയുന്നത്. നമുക്കിവിടെ ആളുകളൊക്കെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് ഇവരോടൊക്കെ ഒന്ന് സംസാരിക്കാം. ചേട്ടൻ തൃശ്ശൂർക്കാരനാണോ? ഇവിടുത്തെ പകൽപൂരത്തിന് എല്ലാ വർഷവും ഈ എല്ലാ കൊല്ലവും വരാറുണ്ട്. എന്താണ് ഒരു വെടിക്കെട്ട്? പകൽ വെടിക്കെട്ടിൻ്റെ ഒരു വർഷം മാത്രമേ എല്ലാവർക്കും ഉള്ളൂ, അല്ല വേറെ ഒരു കുഴപ്പമില്ല. എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇന്നലെ എല്ലാം കണ്ടിരുന്നു. ഇപ്പൊ പുലർച്ചെ പോയിട്ട് കുളിച്ച് വന്നാണ്. ഇനിയിപ്പോ ഇരു ദേശങ്ങളുടെയും കഴിഞ്ഞിട്ട് പോവുള്ളൂ. 12 മണി കഴിയും പൂരക്കഞ്ഞിയും കുടിച്ച് പോവുള്ളൂ. പിന്നെ എവിടെ സ്ഥലം? I'm from Andhra Pradesh. Andhra Pradesh. You came from Thrissur Puram? Thrissur Puram. Yesterday, had you seen everything? Yeah. I've seen all the melons. With the fireworks? Fireworks I have seen last year. I like the fireworks. This year it is not available. This is the first time here? No, second time. Last time. Last year you enjoyed everything? This time missing the fireworks. And today also there is a small Puram. Yeah, again all the 10 sets of elephants. Right? I'm waiting for that. Thank you. ചേട്ടൻ എവിടെ? You both came? നമുക്ക് അങ്ങോട്ട് കാരണം അപ്പുറത്ത് കുറച്ച് പേരുണ്ട്. തൃശ്ശൂർക്കാരനാണ്. ഇങ്ങനെയാണ് വെടിക്കെട്ടില്ലാത്ത ഈ വെടിക്കെട്ടില്ലാത്ത എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്. പല ദേശങ്ങളിൽ നിന്നും ആളുകൾ വരുന്നതാണ്. ആർക്കും പങ്കെടുക്കാൻ പറ്റില്ല. ഇപ്പൊ കണ്ടില്ലേ, അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ധാരാളം ആളുകൾ ഉണ്ടാവണതാണ് ഉപചാരം ചൊല്ലൽ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പൂരപ്പറമ്പ് കാലി ഈവൻ റൗണ്ടിൽ ബസ് വരെ ഓടാറില്ല. ഇപ്പോൾ ബസ് വരെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റേത് 12 മണി കഴിഞ്ഞ് ബസ് ഓടാറുള്ളൂ.
എല്ലാവരും വളരെ ദുഃഖത്തിലാണ്. ഇത്രയും ആളുകൾ മരിച്ചു പോയതല്ലേ, എന്താ ചെയ്യുക നമുക്ക്. നമ്മുടെ കയ്യിലല്ലല്ലോ ഇത്. ഇതെല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. ഇപ്പോൾ ഒരു പ്രവചനം ഉണ്ടായിരുന്നു, ഇവിടെ മല ഇടിഞ്ഞു, നെയ്മല ഇടിഞ്ഞു, അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുന്നു പറഞ്ഞിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുകയും ചെയ്തു. എല്ലാം വടക്കുന്നാഥൻ എന്താ പറയുക, വടക്കുന്നാഥന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ നടന്നിട്ടുണ്ട്. പക്ഷെ ദുഃഖത്തിന്റെ കണികകൾ അതെ, എല്ലാവരും ദുഃഖത്തിലാണ്. ഇപ്പോൾ പൂരപ്പറമ്പിൽ നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഒരു 10-200 ആളേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ തന്നെ ഒരു 1000-1500 ആൾ കഴിഞ്ഞ വർഷത്തിൽ വിട്ട്